വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 129 സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ജനതയുടെ ദീർഘകാല പീഡനവും ദൈവം അവരെ ജയിപ്പിച്ചതും ദുഷ്ടന്മാരുടെ നാശവും പ്രതിപാദിക്കുന്നു. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല എന്ന വാക്യം ഇതിൻ്റെ ആന്തരവേദനയും പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നു. ഈ സങ്കീർത്തനം ദൈവം തൻ്റെ ജനത്തെ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യവും ദുഷ്ടന്മാർക്ക് ദൈവം എങ്ങനെ നീതി പുലർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണവുമാണ്. 130 സങ്കീർത്തനം ദൈവത്തോടുള്ള ആഴത്തിലുള്ള യാചനയും ക്ഷമയും വീണ്ടെടുപ്പും പ്രതീക്ഷിക്കുന്ന ഒരാത്മാവിൻ്റെ പ്രാർത്ഥനയാണ്. ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു എന്ന വാക്യം ഇതിൻ്റെ ആന്തരവേദനയും പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. 130 സങ്കീർത്തനം 5-6 തിരുവചനങ്ങൾ. 131 സങ്കീർത്തനം ദാവീദിന്റെ വിനയവും ദൈവത്തിലുള്ള പ്രത്യാശയും പ്രതിപാദിക്കുന്നു. ഹൃദയത്തിൽ ഗർവമില്ലാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ശാന്തതയാണ് ഇതിൻ്റെ മുഖ്യ സന്ദേശം. 132 സങ്കീർത്തനം ദാവീദിന്റെ ദൈവഭക്തിയും ദൈവം ദാവീദിനോട് നൽകിയ വാഗ്ദാനങ്ങളും സിയോനിലെ ദൈവത്തിന്റെ വാസസ്ഥലവും പ്രതിപാദിക്കുന്നു. ദൈവം ദാവീദിന്റെ കഷ്ടത ഓർക്കുന്നു. ദാവീദിന്റെ സത്യവും ദൈവത്തിന്റെ പ്രതിജ്ഞയും ഈ ഗീതത്തിൽ പ്രധാനമാണ്. അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും. എൻ്റെ അഭിഷിക്തനു വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. അവൻ്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ഉടുപ്പിക്കും. എന്നാൽ അവൻ്റെ കിരീടം അവൻ്റെ മേൽ ദീപ്തി ചൊരിയും. 132 സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.